ഇതിനകത്ത് ഈ മാധ്യമങ്ങളുടെ തലോടലേറ്റു വഴങ്ങിയൊന്നുമല്ല സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. EMSനും തലോടൽ കിട്ടിയിട്ടില്ല, VSനും കിട്ടിയിട്ടില്ല, EK നയനാർക്കും കിട്ടിയിട്ടില്ല. EK നയനാർ തമാശ പറഞ്ഞ് ആളുകളുടെ ഇടയിൽ നടക്കുന്ന ഒരാളായത് കാരണം EK നയനാറിനെ വേറൊരു ഇമേജിൽ ചിത്രീകരിക്കാനായിരുന്നു അന്നത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത്. അവരൊക്കെ മരണത്തിന് ശേഷം വലിയ ആളുകളാവുകയും ഇപ്പോൾ വെയിറ്റ് ചെയ്യുക മഞ്ജുഷ, ഒരു 3 മാസത്തിനകത്ത് വെച്ച് തന്നെ കേരളം മുഴുവനായും പറഞ്ഞു തുടങ്ങും കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഗവൺമെന്റ് ആയിരുന്നു നല്ലതെന്ന്. യു വെയിറ്റ് ആൻഡ് സീ. ഉള്ളൂ, പല കാര്യങ്ങളും കാണാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞോളൂ, ജയരാജ് പറഞ്ഞോളൂ. അല്ല, ഇതിനകത്ത് നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഇതൊക്കെയാണ്. ഈ ചാലഞ്ചസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഈ പറഞ്ഞതുപോലെ ഒരു സമുദായ സംഘടനകളുടെയും തിണ്ണനിറങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച ആൾ തന്നെ ഈ അരമനകൾ കയറി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്, ജാതിവാൽ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള അക്രോബാറ്റിക്സ്, അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ പ്രീതിപ്പെടുത്തി അത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ജനവിധി. ആൻറ്റി ഇൻകംബൻസി അല്ല ഇതിനെ എഫക്റ്റ് ചെയ്തത്, ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകളാണ്. അതിനകത്ത് ആരൊക്കെ പങ്കുവഹിച്ചു എന്നുള്ളത് എനിക്കും അറിയാം, മഞ്ജുഷിനും അറിയാം, ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം.